നമ്മള് കളിക്കാൻ പോണത് ഈ ഗ്രീൻ പീസ് ആരാണോ ഓരോന്നോരോന്ന് പറക്കി കൂടുതൽ ഇടണേ അവർ ജയിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് എന്താണ് പൂസേ? ഇവിടെ നമ്മൾ പണ്ട് മിഠായി വറക്കൽ എന്നൊക്കെ പറയത്തില്ലേ, അതേ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ മിഠായിക്ക് വരെ നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താണ്? ഗ്രീൻ പീസാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസ് നമ്മൾ പറക്കിയിട്ട് നമ്മൾ രണ്ടുപേർക്ക് ഓരോ പാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ടൈമിൽ പെറുക്കി ഏറ്റവും കൂടുതൽ പെറുക്കുന്നത് ആരാണോ അയാളായിരിക്കും വിന്നർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിയ കുറച്ചും കൂടെ ഇത്തിരിയും കൂടി കയറിയിരുന്നേ മിയ. ഓക്കെ, അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓരോന്ന് പറക്കുക കേട്ടോ. കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിക്കോളൂ. അപ്പോൾ നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 1 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ 1 മിനിറ്റിനുള്ളിൽ എത്ര വേഗം പറക്കുന്നോ അയാളായിരിക്കും വിന്നർ. ഓരോന്ന് പറക്കുക. അപ്പോൾ 2 എണ്ണമൊക്കെ പറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധ പോവാതെ ശരിക്കും ചെയ്യുക. ഓക്കെ, ഓരോന്ന് പറക്കുക. 2 എണ്ണം പറക്കുന്നത് 1 മിനിറ്റേ ഉള്ളൂ ഇതിന്. അപ്പോൾ നമ്മൾ അപ്പുവാണോ മിയയാണോ ജയിക്കുന്നതെന്ന് നമുക്ക് അറിയാം. എല്ലാ കളിയിലും അപ്പുവാണ് ജയിക്കാറല്ലേ. അപ്പോൾ ഇന്ന് മിയ ജയിക്കുമോ എനിക്കറിയില്ല. നമുക്ക് നോക്കാം മിയ ജയിക്കുമോ ഇല്ലയോ എന്ന്. ഇനി എന്താണ് പ്രത്യേകത? അടുത്ത ആഴ്ച നമ്മുടെ ഉത്സവം തുടങ്ങുകയാണ് കേട്ടോ. അതെ, അടുത്ത വീഡിയോ ഉത്സവത്തിന്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സ്റ്റോപ്പ്. മതി. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് ആരാണ് കൂടുതൽ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൂൻ്റെ എണ്ണാൻ പോവുകയാണ് കേട്ടോ. ഇത് അപ്പൂൻ്റെ ആണേ. അപ്പോൾ അപ്പൂൻ്റെ നോക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 22 ഇവിടെ ഉണ്ട്. 22 24 26 1 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 എണ്ണം. അപ്പു നീ എത്ര എണ്ണം ഉണ്ട്? നീയുടെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, കുഞ്ഞല്ലേ മോള്. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 31 34 35 36 37 38 കറക്റ്റ്. കട്ടയ്ക്ക് വന്നു. അപ്പൂൻ്റെ എത്രയായിരുന്നു? 45. മിയേൻ്റെ 37. ഓ, ഒരു 8 എണ്ണത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ വിന്നർ ആരാണ്? യെസ്, അപ്പോൾ അപ്പു ഇന്ന് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് അപ്പു. മിയ വിഷമിക്കണ്ട, മോനാകെ 6 എണ്ണത്തിൻ്റെയോ 7 എണ്ണത്തിൻ്റെയോ കുറവേ ഉണ്ടായുള്ളൂ കേട്ടോ. നോക്കി മിയ, എനിക്ക് സന്തോഷമല്ലേ. നമ്മൾക്കിതിൽ ചെയ്യാൻ തോന്നിയൊന്നുമില്ല എന്ന് പറയുന്നത്. നമ്മളിതെന്തിനാണ് നമ്മൾ വെറുതെ ചുമ്മാ കളിക്കുന്നതല്ലേ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ ഇന്ന് പറയാനുള്ളത്? ഇനി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും ഞങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞങ്ങളെ കൂടുതലായിട്ട് എല്ലാവരും. മിയ മിയ ഇവിടെ ആകെ കിട്ടിയതൊക്കെ തിരിച്ചിടുകയാണ്. ഓക്കെ, 2 പേരും തിരിച്ച് അതിലേക്ക് ഇട്ടേക്കും. നാളെ നമുക്കപ്പോൾ രാവിലെ പുട്ടിന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം അല്ലേ? ഓക്കെ, ആർക്കാണ് ഗ്രീൻ പീസ് ഇഷ്ടം കഴിക്കാനായിട്ട് ഇതിൽ? ഓക്കെ, 2 പേർക്കും ഇഷ്ടമാണ്. കളയരുത് അവിടെ വെക്കട്ടോ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? നമ്മുടെ ഉത്സവത്തിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഏതാണ് നമ്മുടെ അമ്പലം? പറയും. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് കൈതാരം തൃക്കപുരമാണ്. കോട്ടുവള്ളി തൃക്കപുരമാണ് ഞങ്ങളുടെ സ്ഥലം. അവിടെ ഗംഭീരമായ ഈ വർഷത്തെ ഉത്സവം 26-ന് തുടങ്ങും. 2 കരയോഗങ്ങളാണുള്ളത്, കൈതാരവും കോട്ടുവള്ളിയും. അതിൽ ഞങ്ങളേതാണ്? നമ്മളേതാ? നമ്മളേതാ? കൈതാരം. നമ്മൾ കൈതാരം കരയോഗത്തിലാണ് പെട്ടത്. അപ്പോൾ അടുത്ത സൺഡേ ഞങ്ങളുടെ പടയണിയാണ് ഇവിടെ. പടയണി. ഓക്കെ, ഇത് എന്റെ അമ്മേന്റെ അമ്പലമല്ല, എന്റെ അമ്മേന്റെ അമ്പലം അണിയിലാണ്, അച്ഛന്റെ അമ്പലം. അമ്മയുടെ അമ്പലം അണിയിലാണ്, അച്ഛൻ്റെ അമ്പലമാണ്. ഓക്കെ, ശരി. അയ്യോ, അത് കഴിക്കാൻ പാടില്ല പച്ചയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. നാളെ എന്താ എക്സാം? പഠിച്ചു കഴിഞ്ഞോ? അമ്മയ്ക്ക് എന്താ നാളെ എക്സാം? നാളെ ഏതാ എക്സാം മിയക്ക്? ഇംഗ്ലീഷാണ് നാളെ. അതല്ല ഇന്ന് ABCD ഒക്കെ എഴുതി മിയ ശരിയാക്കിയായിരുന്നു കേട്ടോ.
ഓക്കെ, മിയ LKG പഠിക്കുന്നത്. UKG. LKG മിയ പഠിക്കുന്നത്. അടുത്ത വർഷമല്ലേ മിയ UKG ആവുള്ളൂ. അപ്പോൾ 1ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ്സിലാവും. 2ാം ക്ലാസ്സിലാവാൻ പോവാണ്. ഈ എക്സാം കഴിഞ്ഞാൽ അപ്പോൾ 2ലാവും. ഓക്കെ, അപ്പോൾ ശരി എന്നാ എല്ലാവർക്കും ബൈ പറയും. ബൈ ബൈ. ഒരു കാര്യം കൂടെ പറയാം. പറഞ്ഞു. 28 ഒരു എക്സാം ഉണ്ട്. 28 വരെ എക്സാം ഉണ്ട്. മിയ മോൾക്ക് ഫ്രൈഡേ സ്കൂൾ നടക്കും. പിന്നെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ശരി. വീഡിയോ ടോയ്സ് കാണിക്കുന്നതാണ്. ചിലപ്പോൾ ഞങ്ങൾ ടോയ്സ് കാണിക്കുന്ന വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചലഞ്ച് ആയിരിക്കും. ഇനി ഉത്സവം തുടങ്ങുകയല്ലേ, അപ്പോൾ നമുക്ക് തകർക്കാം. ഓക്കെ, ശരി, ബൈ ബൈ പറ മിയ.